പയ്യന്നൂരിലെ പാർട്ടിയെ പഴയകാലത്തെ പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യമെന്ന് വി കുഞ്ഞികൃഷ്ണൻ MLA. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. മുൻ MLAക്കെതിരെ രൂക്ഷമായ വിമർശനമുയർത്തി വി കുഞ്ഞികൃഷ്ണൻ MLA കൺവെൻഷനിൽ തുറന്നടിച്ചു. പാർട്ടിയിലെ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് പോരാട്ടം നടത്തി പരിഹരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ പയ്യന്നൂരിലെ സാമ്പത്തിക വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. പാർട്ടി തെറ്റുകളെ തിരുത്തുന്നതിന് പകരം തെറ്റ് ഉന്നയിച്ചവരെ ക്രൂശിക്കുകയാണ് ചെയ്തത്. ഇതാണ് എന്നെ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചതെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഞാനീ പോരാട്ടം പാർട്ടിക്കകത്ത് നടത്തി പരിഹരിക്കാൻ സാധിക്കുമെന്ന ബോധ്യത്തിലാണ് തിരിച്ചുപോയത്. എപ്പോഴാ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടത്? ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി മറ്റ് പല ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറുപടി പറഞ്ഞു. പയ്യന്നൂരിലെ സാമ്പത്തിക വിഷയം അടഞ്ഞ അധ്യായമാണ്. അത് റീഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ആ ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം പിന്നീട് ഞാൻ ജില്ലാ കമ്മിറ്റി യോഗത്തിന് പോയിട്ടില്ല. 10-15ഓളം കമ്മിറ്റികൾ അതിനുശേഷം നടന്നു. ഒരു കമ്മിറ്റിക്കും പോയില്ല. ഒരാള് പോലും എന്നോട് എന്തേ കമ്മിറ്റിക്ക് വരാത്തത്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ ഒരു നേതാവും തയ്യാറായിട്ടില്ല. ഈ പ്രശ്നത്തിന് പാർട്ടിക്കകത്ത് പോരാടി പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഈ പാർട്ടിയെ തകർക്കണമെന്ന ഒരു ധാരണയും എനിക്കുണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല. ഞാൻ ഈ വിഷയങ്ങൾ പുറത്തു പറയാൻ എന്നെ നിർബന്ധിച്ചത് ഈ പാർട്ടിയാണ്. കാരണം ഇത്രയും ഗുരുതരമായ സാമ്പത്തിക വിഷയം പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർത്തിക്കൊണ്ട് വന്നപ്പോ അത് ഉന്നയിച്ചയാളെ ക്രൂശിക്കാനും തെറ്റ് ചെയ്തയാളെ സംരക്ഷിക്കാനും തയ്യാറായ പാർട്ടി നേതൃത്വം അത് പുനഃപരിശോധിക്കാൻ സന്നദ്ധമല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചപ്പോ പിന്നെ ആ പാർട്ടിയിൽ നിന്നിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നിട്ടില്ല, ഞാൻ പിന്നീട് പോയില്ല. അതേ തുടർന്നാണ് ഞാൻ പുസ്തകം എഴുതി ജനങ്ങളോട് പറയാൻ തയ്യാറായത്. ഇപ്പൊ അതാണ് ഞാൻ ചെയ്ത വലിയ അപരാധമായി പാർട്ടി വിശദീകരിക്കുന്നത്. പയ്യന്നൂരിലെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് പിണറായി വിജയന്റെയോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയോ അംഗീകാരം ഉണ്ടായിട്ടില്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്ന നേതൃത്വം പാർട്ടിയിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നറിയണമെന്നും MLA പറഞ്ഞു. ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, ജില്ലാ സെക്രട്ടറി മുതിർന്ന നേതാക്കളുമായി ആലോചിക്കാതെ ഈ കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു നിർദ്ദേശം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെയോ ജില്ലാ കമ്മിറ്റിയുടെയോ മുമ്പിൽ അവതരിപ്പിക്കില്ല. അപ്പൊ തളിപ്പറമ്പിൽ ശ്യാമൾ ടീച്ചർ വരണമെന്നും പയ്യന്നൂരിൽ TI മധുസൂദനൻ സ്ഥാനാർത്ഥിയാവണമെന്നും തീരുമാനിക്കുന്നത് MV ഗോവിന്ദൻ മാഷിന്റെയും പിണറായി വിജയന്റെയും അംഗീകാരത്തോടു കൂടിയല്ലേ? എങ്ങനെയാ ജില്ലാ കമ്മിറ്റിക്ക് മാത്രം തെറ്റുപറ്റി എന്ന് അവർക്ക് ഈ റിവ്യൂവിന്റെ ഭാഗമായി പറയാൻ സാധിക്കുക? ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് പയ്യന്നൂർ നന്നാണെങ്കിൽ ഏരിയ കമ്മിറ്റി പിരിച്ചു വേണം എന്നാണ്. പത്രങ്ങൾ പറയുന്നതാണ്, മാധ്യമങ്ങൾ പറയുന്നതാണ്. നമുക്ക് അതിന്റെ വസ്തുത എന്താണെന്ന് അറിയില്ല. പിരിച്ചുവിട്ട് ആരാ വരിക? ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടാൽ ആരാ വരിക? ഇന്നത്തെ പയ്യന്നൂരിന്റെ നേതൃത്വം ആർക്കാ? ഇന്നത്തെ പയ്യന്നൂരിന്റെ നേതൃത്വം TI മധുസൂദനാണ്. കാരണം അയാളാണ് പയ്യന്നൂരിൽ നിന്നുള്ള ഏക ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ. അതിന് താഴെയാണ് 2 ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, അതിന് താഴെയാണ് ഏരിയ കമ്മിറ്റി മെമ്പർമാർ. പയ്യന്നൂരിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ TI മധുസൂദനാണ്. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് TI മധുസൂദനെ പയ്യന്നൂരിന്റെ നേതൃത്വമായി നിലനിർത്തി ഈ പയ്യന്നൂരിലെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? പയ്യന്നൂരിലെ പാർട്ടിക്കകത്ത് വന്നുപെട്ട അപജയങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമോ? പയ്യന്നൂരിലെ പാർട്ടിയെ പഴയ കാലത്തതുപോലെ
ശരിയായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾക്കൊള്ളുന്ന പയ്യന്നൂർ മണ്ഡലത്തിൽ ചെറുപുഴ മാത്രമാണ് UDFന് ഭൂരിപക്ഷമുള്ളതെന്നും മറ്റിടങ്ങളിലെല്ലാം MLAക്ക് ഊരുവിലക്ക് കൽപ്പിക്കുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കണമെന്നും പാർട്ടി അണികളെ എതിർപ്പാളയത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമമാണോ പാർട്ടി നേതൃത്വത്തിൻ്റെതെന്നും MLA ചോദിച്ചു. 6 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾക്കൊള്ളുന്നതാണ് ഈ മണ്ഡലം. അതിൽ ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കിയെല്ലാം ഭരിക്കുന്നത് LDF. ചെറുപുഴ പഞ്ചായത്ത് ഒഴികെ ബാക്കി 5 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നത് LDF ആണ്. MLAയുടെ ഒരു സഹായവുമില്ലാതെ നിങ്ങൾക്ക് ഈ 5 കൊല്ലം മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ചിലയിടത്തെല്ലാം മാറി വരുന്നുണ്ട്, ചിലയിടത്തെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അതിന് നേതൃത്വത്തിന്റെ നിലപാട് ധിക്കരിച്ചുകൊണ്ടാണ് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം അവർക്ക് അധികം പോകാൻ കഴിയില്ല. അവരെ പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അവർക്ക് നിൽക്കാൻ കഴിയില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ MLAയുടെ സഹായം വേണ്ടി വരും, ഗവൺമെന്റിന്റെ സഹായം വേണ്ടി വരും. അപ്പൊ ഈ ബഹിഷ്കരണം, ഈ ഊരുവിലക്ക് എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.